വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ മുരിങ്ങൂർ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തോട് ബന്ധപ്പെട്ട് അവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന പബ്ലിഷ് ചെയ്യുന്ന വചനോത്സവം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയുണ്ട്. അപ്പോൾ അതിൻ്റെ ജൂലൈയിലൊക്കം മാസിക ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ കൊണ്ടു തന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചുരുട്ടി പിടിച്ചാണ് എൻ്റെ കൈ കൊണ്ടു തന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് പിടിച്ച് നോക്കിയപ്പോൾ വചനോത്സവം എന്ന മാസികയാണ്. അപ്പോൾ ഈ മാസികയിൽ ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അതിനെ കൃപാസനം എന്ന് പറയും. കൃപാസനം ഒരു മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ നിന്നൊരു മാസിക പ്രസിദ്ധീകരിച്ചാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസികയുടെ വില 12 രൂപയാണ്. ഈ മാസികയുടെ വില 12 രൂപയാണ് ഒറ്റപ്രതി. അപ്പോൾ ഈ മാസികയ്ക്ക് വില മേടിക്കാതെയാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വില മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാസിക സ്വീകരിക്കാൻ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ സൗജന്യമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സൗജന്യമായിട്ട് ഈ വചനോത്സവം എന്ന് പറയുന്ന മാസിക ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് വായിക്കുന്ന ഈ ക്രിസ്ത്യാനികളല്ലാത്തവരും അത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിൽ ചില അത്ഭുതങ്ങൾ നടന്നതായിട്ട് സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ചില പേജുകളുണ്ട്. അപ്പോൾ ആ പേജുകൾ ഞാനിന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കാണുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ അപമാനിക്കുകയും വില കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന ഒരു മാസികയായിട്ടാണ് എനിക്ക് വചനോത്സവ മാസിക കാണുവാൻ കഴിഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സാക്ഷ്യ പേജുകളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഈ കർത്താവായ യേശുക്രിസ്തു വചനോത്സവ മാസികയിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവരുടെ ആ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം, യേശുക്രിസ്തുവിന് വചനോത്സവ മാസിക പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ സന്തോഷമുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ യേശുക്രിസ്തുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു ചെയ്ത ചില അത്ഭുതങ്ങളുടെ സാക്ഷ്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അതിന് വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുവാൻ കഴിയുന്ന ഒരു മാസികയാണ് വചനോത്സവം എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അതായത് വചനോത്സവം മാസികയിൽ നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു അപ്പോൾ തന്നെ അത്ഭുതം ചെയ്യും. അപ്പോൾ അങ്ങനെ യേശുക്രിസ്തുവിനെ അപമാനിക്കുന്ന, വില കുറച്ച് കാണിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത ചില വ്യക്തികളാണ് ഈ മാസിക പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. അത് ഞാനൊരു 1-2 ഉദാഹരണങ്ങളായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു സാക്ഷിയല്ല, ഒത്തിരി സാക്ഷി അതിനകത്തുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കൊച്ച് OET പരീക്ഷ എഴുതി, അതിൽ തോറ്റുപോയി. അപ്പം ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, വചനോത്സവ മാസികയിൽ ഞാൻ കൊച്ചിനെ ജയിപ്പിക്കുകയാണെങ്കിൽ വചനോത്സവ മാസികയിൽ ഞാനൊരു സാക്ഷ്യമായിട്ട് ഇത് കർത്താവ് ചെയ്ത അത്ഭുതമായിട്ട് പ്രസിദ്ധീകരിച്ചേക്കാം, അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രസിദ്ധീകരിച്ചേക്കാം എന്നൊരു തീരുമാനം എടുത്തിട്ട് ആ കൊച്ചു പരീക്ഷ എഴുതാൻ പോയി. ആ കൊച്ചു പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി. അതുപോലെ മറ്റൊരു സാക്ഷി ഇതാണ്. ഒരു കൊച്ചിന് മൃഗഡോക്ടർ ആവാനുള്ള അഡ്മിഷൻ കിട്ടണമെന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവൻ അതിന് പല തടസ്സങ്ങളുണ്ടായി. അപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകന് മൃഗഡോക്ടർ ആവാനുള്ള അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ വചനോത്സവ മാസികയിൽ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ആ സാക്ഷ്യം പ്രസിദ്ധീകരിച്ചേക്കാം എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് എന്ത് ചെയ്തെന്നറിയോ? MBBS അഡ്മിഷൻ കൊടുത്തു എന്നുള്ളതാണ്.
വചനോത്സവം മാസികയിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കർത്താവ് ഉടനെ MBBS അഡ്മിഷൻ കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷി നിങ്ങൾ കേട്ടോളണം. ഒരു പെൺകൊച്ച പറഞ്ഞേക്കുന്ന സാക്ഷി ഇതാണ്. അവൾ വിവാഹം കഴിച്ചിട്ട് 4 കൊല്ലമായി, അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഉടനെ അവളിങ്ങനെ കർത്താവിനോട് പറയുകയാണ്, എനിക്കൊരു കുട്ടിയെ തരുവാണെങ്കിൽ ഞാൻ വചനോത്സവ മാസികയിൽ നിന്റെ മഹത്വത്തിന് വേണ്ടി ആ സാക്ഷ്യം പ്രസ്താവിച്ചേക്കാം. ഉടനെ കർത്താവ് ആ സ്ത്രീക്ക് ഒരു കൊച്ചിനെ കൊടുത്തു. അതുപോലെ മറ്റൊരു സാക്ഷി ഇതാണ്. ഒരു പയ്യൻ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വിദേശത്ത് പോയി അവന് നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ ആ ജോലി കിട്ടിയ ആ കാര്യം വചനോത്സവം മാസികയിൽ പ്രസിദ്ധീകരിച്ചേക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അപ്പം തന്നെ കർത്താവ് എന്ത് ചെയ്തെന്നറിയോ? കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. വിദേശത്ത് പോയി അവനൊരു ജോലി കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ആ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനോത്സവ മാസികയിൽ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ചെയ്ത അത്ഭുതം ഞാൻ പ്രസിദ്ധീകരിച്ചേക്കാം എന്നൊരൊറ്റ കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ കർത്താവ് ആ അത്ഭുതം അങ്ങ് ചെയ്തു കൊടുക്കുവാണ്. അവരാവശ്യപ്പെട്ട കാര്യം അങ്ങ് ചെയ്തു കൊടുക്കുവാണ്. ഉടനെ ഈ മാസികയുടെ ഈ അത്ഭുതം സാക്ഷ്യമായിട്ട് എഴുതിയിട്ട് അവസാനം പറയും, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്ന് പറയും. അപ്പോൾ ഈ ചെയ്ത അത്ഭുതങ്ങളെല്ലാം യേശുക്രിസ്തു ചെയ്തതിന് നന്ദിയായിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് അതിൻ്റെ അടിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ സാമാന്യ ബുദ്ധിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. വചനോത്സവം മാസികയിൽ നീ ചെയ്യുന്ന അത്ഭുതം ഞാൻ പ്രസിദ്ധപ്പെടുത്താം എന്ന് പറയുകയും ആ ഒരൊറ്റ കാരണത്താൽ യേശുക്രിസ്തു അവർക്ക് വേണ്ടി അവർ ആഗ്രഹിച്ച അത്ഭുതം ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ജോലിയില്ലാത്തവർക്ക് വചനോത്സവം മാസികയിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറയുവാണെങ്കിൽ കർത്താവ് അപ്പോൾ തന്നെ ജോലി കൊടുക്കും. കുട്ടികളില്ലാത്തവര് വചനോത്സവം മാസികയിൽ കുട്ടികളെ തരുവാണെങ്കിൽ ഞാൻ വചനോത്സവം മാസികയിൽ സാക്ഷ്യം പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കർത്താവ് കൊച്ചിനെ കൊടുക്കും. ജോലി ഇല്ലാതെ നടക്കുന്നവർ വചനോത്സവ മാസികയിൽ ഞങ്ങൾ നിന്റെ അത്ഭുതം സാക്ഷ്യമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കർത്താവ് ജോലി കൊടുക്കും. അങ്ങനെ കർത്താവ് വചനോത്സവ മാസികയിൽ പ്രസിദ്ധീകരിക്കാമെന്ന് പറയുന്ന എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് ഉത്തരം കൊടുക്കും. അതിന് അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സാമാന്യ ബുദ്ധിയുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ, ഈ യേശുക്രിസ്തു ഏത് യേശുക്രിസ്തു ആണെന്നാണ് എനിക്കറിയാമുള്ളത്. വചനോത്സവ മാസികയിൽ ഒരു സാക്ഷ്യം പ്രസിദ്ധീകരിക്കപ്പെടുമല്ലോ എന്നോർത്ത് അത്ഭുതം ചെയ്തു കൊടുക്കുന്ന യേശുക്രിസ്തു ഏത് യേശുക്രിസ്തുവാണ്? അല്ലെങ്കിൽ വചനോത്സവ മാസികയിലെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്നും പറഞ്ഞിങ്ങനെ ഒരു സാക്ഷ്യം പ്രസിദ്ധീകരിച്ചാൽ അത് വായിക്കുമ്പോൾ സന്തോഷിക്കുന്ന കർത്താവ് അത് ഏത് കർത്താവാണ്? അപ്പോൾ ഈ മാസികയിൽ ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ എഴുതിയേക്കുന്നത്, വചനോത്സവ മാസികയിലെ നീ അത്ഭുതം ചെയ്യുവാണെങ്കിൽ ഞാൻ വചനോത്സവ മാസികയിലെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കാം എന്ന് തീരുമാനം എടുക്കണു. അപ്പോൾ തന്നെ യേശുക്രിസ്തു അത്ഭുതം ചെയ്തു കൊടുക്കണു. അപ്പോൾ ആ യേശു ഏതാണെന്നാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. ഈ കൃപാസനത്തിലെ നേരെ തിരിച്ചാണ്. അവിടെ യേശുക്രിസ്തുവിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഇവിടെ യേശുക്രിസ്തുവിന്റെ പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ യേശുക്രിസ്തു ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുകയും യേശുക്രിസ്തുവിനെ അപമാനിക്കുകയും യേശുക്രിസ്തുവിനെ ഒരു വില കുറഞ്ഞ ഒരു വ്യക്തിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു മാസികയാണ് ഈ വചനോത്സവം. അപ്പോൾ കൃപാസനത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൽ യേശുവിന് ഒരു വിലയില്ല, അവിടെ അമ്മയ്ക്കാണ് വില. അമ്മ ആണ് അവിടെ. അമ്മയോടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കാന്നൊരു ഒറ്റ തീരുമാനം എടുത്താൽ അമ്മ ചെയ്തു കൊടുക്കില്ലാത്ത അത്ഭുതങ്ങളൊന്നുമില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ അത്ഭുതം ചെയ്യാനായിട്ട് ആലപ്പുഴയിലും മറ്റേ യേശുക്രിസ്തു അത്ഭുതം ചെയ്യാനായിട്ട് ചാലക്കുടിയിലും, അങ്ങനെ 2 സ്ഥലത്ത് അവരിങ്ങനെ അമ്മയും മോനും 2 സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, ഇങ്ങനെയുള്ളതായ പോഷത്തരങ്ങൾ അല്ലെങ്കിൽ മടയത്തരങ്ങൾ ഇതിങ്ങനെ സൗജന്യമായിട്ട് വിതരണം ചെയ്ത് വായിച്ചിട്ട് ബൈബിൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ക്രിസ്തു ആരാണെന്ന് അറിയാൻ പാടില്ലാത്ത ഹൈന്ദവരായിട്ടുള്ളവരും ക്രിസ്ത്യൻസ് മതവിഭാഗത്തിൽ ജനിച്ചവരും എല്ലാം
ഈ സാക്ഷ്യങ്ങളെല്ലാം വായിക്കുമ്പോൾ എല്ലാം യേശു ഇങ്ങനെ അത്ഭുതം ചെയ്യുന്നതാണല്ലോ എന്ന് ഓർത്ത് ഈ മാസിക മേടിച്ച് വായിച്ച് അവരും ഇതുപോലെ തന്നെ നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി അത്ഭുതം കിട്ടും, നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ജനത്തെ തെറ്റിച്ച് കളയുന്ന, യേശുക്രിസ്തുവിനെ തെറ്റായി ചിത്രീകരിക്കുന്ന, യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളെ തെറ്റായി വർണ്ണിച്ചുകൊണ്ട് യേശുക്രിസ്തു ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്ന ഈ കള്ളത്തരം പ്രസിദ്ധീകരിക്കുന്നതായ ഈ മാസിക നിങ്ങൾ ദൈവത്തെ ഓർത്ത് മേടിക്കുകയോ വായിക്കുകയോ ചെയ്യരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിപ്പോ ഈ വചനോത്സവം മാസികയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് അറിഞ്ഞാണെങ്കിൽ ഞാൻ മേടിക്കത്തില്ലായിരുന്നു. അയാളിങ്ങനെ മടക്കി കൊണ്ട് തന്നേച്ചാൽ അയാൾ ഒരോട്ടം വെച്ച് അങ്ങനെ കൊടുത്ത് അയാളങ്ങ് പോയി. അപ്പോൾ ഞാനിങ്ങനെ വിടുത്തി നോക്കി കഴിഞ്ഞപ്പോൾ വചനോത്സവം മാസിക, ഉടനെ ഞാനൊന്ന് മറിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയ സൗരസൗരന്മാരെ, വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തുന്ന യേശുവും വചനോത്സവ മാസികയിൽ വെളിപ്പെടുത്തുന്ന യേശുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വചനോത്സവ മാസികയിലെ യേശു എന്ന് പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു അല്ല വചനോത്സവ മാസികയിൽ പറയുന്ന യേശു എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു അങ്ങനെ ഒരു മാസികയിലെ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു സാക്ഷ്യം പറയുന്നത് കൊണ്ട് യേശുക്രിസ്തു ആ സാക്ഷ്യത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയല്ല, ആ സാക്ഷ്യം മുഖാന്തരം യേശുക്രിസ്തു മഹത്വം എടുക്കുന്ന വ്യക്തിയുമല്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു അപ്പം കൊടുത്ത ജനങ്ങളെ പോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇവൻ തന്നെ രാജാവായിക്കോട്ടെ എന്ന് പറഞ്ഞ് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. അപ്പൊ യേശുക്രിസ്തു അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്ന് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. അതുപോലെ തന്നെ യേശുക്രിസ്തു ഒരു പ്രമാണിയുടെ വീട്ടിലെ കൊച്ച് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പം ആ ബാലയെ മരിച്ചുപോയി. അപ്പം മരിച്ചു പോയതിന് ശേഷം യേശുക്രിസ്തുവിനോട് വന്ന് ഈ കാര്യം പറയുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ അവളെ വന്ന് സൗഖ്യമാക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുക്കൽ ചെന്ന് ആ വീട്ടിൽ ചെന്ന് അവിടെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ടിരുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറത്തു പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് യേശുക്രിസ്തു മുറിക്കകത്ത് കയറി മരിച്ചു കിടക്കുന്ന ബാല എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. അവളെ എഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തു അവിടെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തു എല്ലാവരെയും പുറത്താക്കി. അപ്പോൾ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ടാണ് യേശുക്രിസ്തു ആ മുറിക്കകത്ത് അത്ഭുതം ചെയ്തത്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഈ അത്ഭുതം ചെയ്ത ബാല എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുവാണ്, ഈ കാര്യം ആരോടും പറയരുതെന്ന്. അപ്പൊ ഈ ബാലയെ ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യം ആരും കാണരുതെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. മാത്രമല്ല, ഈ ഉയർത്തെഴുന്നേൽപ്പിച്ച കാര്യം ആരോടും പറയരുതെന്ന് അവരോട് അമർച്ചയായി കൽപ്പിച്ചു എന്നാണ് വായിക്കണത് നമ്മൾ. അപ്പൊ മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ ആ സംഭവമുണ്ട്. അപ്പോൾ യേശുക്രിസ്തു അമർച്ചയായി കൽപ്പിച്ചു ഇത് ആരോടും പറയരുതെന്ന്. അപ്പോൾ ആ യേശുക്രിസ്തുവും ഈ വചനോത്സവ മാസികയിൽ നമ്മൾ വായിക്കാൻ കഴിയുന്ന ഈ അത്ഭുതങ്ങൾ ചെയ്ത യേശുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യേശുക്രിസ്തുവിന് മഹത്വം എടുക്കാനാണെങ്കിൽ യേശുക്രിസ്തുവിന് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങളിലൊന്നും യേശുക്രിസ്തു മഹത്വം എടുത്തില്ല എന്ന് മാത്രമല്ല, അതാരും അറിയരുതെന്നും അതുപോലെ തന്നെ അവനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ ആരും അറിയാതെ അത് രഹസ്യത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനോട് ചില ആൾക്കാർ പറയുകയാണ്, കർത്താവെ, ഞാൻ വചനോത്സവത്തിൽ നിനക്ക് മഹത്വത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സാക്ഷ്യം പ്രസ്താവിച്ചേക്കാം, നീ ചെയ്യണ അത്ഭുതത്തെക്കുറിച്ച് പ്രസിദ്ധീകരിക്കാം, നീ എനിക്കൊരു അത്ഭുതം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ യേശുക്രിസ്തു അത്ഭുതം ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ഈ യേശുക്രിസ്തുവും ബൈബിളിലുള്ള യേശുക്രിസ്തുവും തമ്മിൽ എങ്ങനെ പൊരുത്തമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ബൈബിളിലുള്ള യേശുക്രിസ്തു പലരെയും സൗഖ്യമാക്കി അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ട് യേശുക്രിസ്തു പലപ്പോഴും പറഞ്ഞത് ഇത് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവര് യേശുക്രിസ്തുവിന്റെ പേരിലാണ് നടന്നതെന്ന് പറയുന്ന ഈ അത്ഭുതങ്ങളെല്ലാം മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ട് യേശുവെ നന്ദി, യേശുവെ സ്തോത്രം എന്ന് പറഞ്ഞ് യേശുക്രിസ്തു ചെയ്യാത്ത കാര്യം യേശുക്രിസ്തു ചെയ്തു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പേരിൽ കള്ളസാക്ഷ്യം ആരോപിക്കുന്നവരാണ് ഈ വചനോത്സവ മാസികയിലെല്ലാം സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നവർ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചത്രേ ഉള്ളൂ, ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ കൃപാസന മാസികയും വചനോത്സവ മാസികയും വായിച്ച് അതിലെ സാക്ഷ്യങ്ങളും അതിൽ നടന്ന അത്ഭുതങ്ങളും ഒക്കെ നിങ്ങൾ വായിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ആ യേശുക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കരുത്. ആ യേശുക്രിസ്തു ബൈബിളിലെ യേശുക്രിസ്തു അല്ല.
ഈ നടക്കുന്ന അത്ഭുതങ്ങളൊന്നും യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളുമല്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചൊരു പരിജ്ഞാനം പ്രാപിക്കാത്തത് കൊണ്ടും യേശുക്രിസ്തുവോ അല്ലെങ്കിൽ യേശുക്രിസ്തു ഏത് വിധത്തിലാണ് ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നൊന്നും അറിയാൻ പാടില്ലാത്തവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജനത്തെ തെറ്റിച്ച് കളയുവാനും ജനത്തിലേക്ക് അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരുവാനും ഒക്കെ മുഖാന്തരമാകുന്ന മാസികയാണിത്. അതുകൊണ്ട് ഈ മാസിക സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. അത് മേടിച്ച് നിങ്ങൾ ദൈവത്തെ ഓർത്ത് തെറ്റിപ്പോകരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുവാൻ ദൈവം അവസരം തരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.